ഇതാണ് ആ പോലീസുകാരൻ. ഇതിന്റെ പേരിൽ എന്ത് ഭവിഷ്യത്തും നേരിടേണ്ടി വന്നാലും ഞങ്ങൾ കുടുംബത്തോടെ നേരിടും. ഇതാണ് ആ പറഞ്ഞ രാഹുൽ നെല്ലിമൂട്. ഇദ്ദേഹത്തിനാണ് ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തെയോ ന്യായ വ്യവസ്ഥിതികളെയോ ഒന്നിനെ പേടിക്കാതെ എന്ത് ചെയ്യാം, ആരുടെ മേലെ കുതിരകയറെന്നുള്ള ധൈര്യത്തോടു കൂടി ഇത്രയും സങ്കടാവസ്ഥയിൽ എന്റെ കുട്ടികളെ പേടിച്ച് കിടന്നു നോക്കിയിട്ട് സാഹചര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് കൊണ്ടെത്തിച്ചത്. ഇനി മരിക്കുകയില്ല, എനിക്ക് എന്റെ മക്കളെ വളർത്തലും ജീവിക്കാൻ വേണം. അതിനുള്ള മനസ്സാക്ഷിയുള്ള ഓരോ മലയാളികൾക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ദുഷ്ടന്മാരെ പിടിക്കാനുള്ള അങ്ങേയറ്റം ഞങ്ങൾ സഹായിക്കണം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് പാസ്സായ ഏവിയേഷൻ ഫീൽഡിൽ ഖത്തറിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. കൊറോണയ്ക്ക് ശേഷം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരികെ വന്ന ശേഷം ജീവിതമാർഗ്ഗം വഴിമുട്ടി നിന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊരു ചെറിയ ഫുഡ് യൂണിറ്റ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഉപജീവനം കണ്ടെത്തുകയും ഈ കുട്ടികളുടെ പഠിക്കുകയും ഞങ്ങളുടെ ജീവിതമാർഗ്ഗം നടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ വരുന്ന ലാസ്റ്റ് 18/10/2025 3 മണിക്ക് ശേഷം ഞങ്ങളുടെ ഫുഡ് യൂണിറ്റിൽ തന്നെ ഒരു ഔട്ട്ലെറ്റ് പോത്തൻകോട് ഭാഗത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം അവൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആ കൗണ്ടറിലിരുന്ന് ഈ ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് ആയ പായസവും ബോളിയും കച്ചവടം നടത്തി ഞങ്ങളെ സഹായിക്കും. ഈ സംഭവം നടന്ന ദിവസം ഏകദേശം 3 മണിയോടുകൂടി ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് തീർന്നു പോവുകയും അതിനുശേഷം ഒരു സ്കോർപിയോ KL01BZ 2003 എന്ന നമ്പറിലുള്ള സ്കോർപിയോയിൽ രാഹുൽ നെല്ലിമൂട് എന്ന വ്യക്തി വരികയും അവർ പായസവും ബോളിയും ആവശ്യപ്പെടുകയും ചെയ്തു. ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പോർഷൻ അവർക്ക് കഴിക്കാനായി നൽകുകയും അതിനുശേഷം കഴിച്ചതിന് ശേഷം അവർക്ക് ഫുഡ് പാഴ്സലായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയം ആ ഔട്ട്ലെറ്റിൽ സാധനം ഉണ്ടാവാത്തതിനാൽ ചേട്ടൻ വെയിറ്റ് ചെയ്യണമെന്ന് ഈ കുട്ടി ആവശ്യപ്പെടുകയും എന്നാൽ നിന്റെ ഫുഡ് ഐറ്റത്തിന് വേണ്ടി ഞങ്ങൾ ആരുടെ കാത്തു കിടക്കുക എന്നുള്ള രീതിയിൽ സംസാരം മാറുകയും അവിടെ നിന്നൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് ഈ പ്രശ്നത്തിന്റെ പിന്നിൽ യാതൊരുവിധ ഹിഡൻ അജണ്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടമോ ഒരു മീഡിയയ്ക്ക് മുമ്പിൽ വന്ന ഒരു പബ്ലിസിറ്റി കരഞ്ഞു കാണിച്ച ഒരു മുതലെടുപ്പ് നടത്താനോ ഉള്ള ഒരു പരിപാടിയല്ല. ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു കുടുംബം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടുത്തി പോലെ വന്ന് വീടൊരു പ്രശ്നമാണിത്. എൻ്റെ കുട്ടിയുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അയാളുടെ ഭാഗത്ത് അസഭ്യ ഭാഷ വന്നപ്പോൾ ചേട്ടൻ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഈ കുട്ടിയെ ആ പോത്തൻകോട് സൈഡിലുള്ള ഏകദേശം 3-4 ഷോപ്പിലെ ആളുകളടുത്ത് ഈ കുട്ടി അഭയം പ്രാപിച്ചു പോകുന്നതിൻ്റെ CCTV ഫുട്ടേജ് ഉണ്ട്. ഇതിൻ്റെ പിറകെ നടന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ നെല്ലിമൂടുള്ള രാഹുലാണ്, ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ആരും ഒരുത്തരും ചോദിക്കാൻ പോകണില്ല, ഇനി ഇത്രയും ഞാൻ ചീത്ത വിളിച്ചിട്ട് ഏവരെങ്കിലും മിണ്ടിയോ അതാണ് എൻ്റെ പവർ എന്ന് ഇത്തിരി ഇല്ലാത്ത കുട്ടിയുടെ മുമ്പിൽ ധാഷ്ട്യം കാണിക്കുക പയ്യൻ ചെയ്തത്. ആയതിനു ശേഷം എന്നെ ഫോണിൽ ഈ കുട്ടി കാര്യങ്ങൾ അറിയിക്കുകയും ഞാൻ ഈ കോള് കട്ട് ചെയ്യാതെ തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പവിത്രം റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നും ഞാൻ പോത്തൻകോട് എത്തുന്നത് വരെ ഈ കുട്ടി അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക, ഇവൻ എന്നെ ഫോൺ ചെയ്യുമ്പോൾ നീ പോലീസിനെ പട്ടാളത്തിനെ വിളിക്കുക, വന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിൽ അത് മൊത്തം ഫോണിൽ കേട്ടുകൊണ്ടിരുന്ന ഞാൻ അവിടെ എത്തുകയും നിങ്ങൾക്ക് എത്ര മര്യാദയുണ്ട് ഇത്തിരി ഇല്ലാത്തൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത്രയും അസഭ്യം പറയാനുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്യുകയും അയാൾ എന്നോട് നിങ്ങൾ ഈ റോഡ് സൈഡിൽ വിൽക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് തരണം എന്ന ഭാഷയോട് ഉപയോഗിച്ചത്. ഞങ്ങളത് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ആ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ സ്പോട്ടിൽ എത്തുകയും ചെയ്തു. എത്തിയതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രാജേഷ് എം എസ് എന്ന പോലീസുകാരൻ ഈ പറഞ്ഞ വണ്ടി നമ്പർ വെച്ച് ആ വണ്ടിയുടെ ഉടമയെ കണ്ടെത്തുകയും ഈ രാഹുൽ എന്ന ആളിനോട് സംസാരിച്ചതിന് ശേഷം ഞങ്ങളോട് ബാർഗെയിൻ ചെയ്യുകയും ചെയ്തു. ഈ ഉണ്ടായ നാശനഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര രൂപ തന്നാൽ മതിയാകുമെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയും അയാൾക്ക് സംസാരിക്കാൻ എൻ്റെ ഫോൺ നമ്പർ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ഉണ്ടായ ഒരു ആത്മാഭിമാന നഷ്ടത്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല വേണ്ടത്, ഈ അനീതിക്ക് കൃത്യമായ ന്യായമായ നടപടി എടുക്കേണ്ടതാണെന്നുള്ളത് സത്യസന്ധമായി തന്നെ ഞങ്ങൾ സംസാരിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ എൻ്റെ പരാതി കൈക്കൊള്ളാനോ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവർ ചെവി കൊള്ളാനോ പോലും തയ്യാറാവാതെ ഈ പറഞ്ഞ രാജേഷ് എം എസ് എന്ന ഉദ്യോഗസ്ഥൻ്റെ
നേതൃത്വത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു മൊഴി ഈ കുട്ടിയുടെ പേരിൽ രേഖപ്പെടുത്തുകയും അതിലൊരു കേവലം പെറ്റി കേസുകൾ മാത്രം ഉൾപ്പെടുന്ന രീതിയിലുള്ള കോടതിയിൽ പോയാൽ ഒരു 500 റുപ്പീസ് സംതിങ് ഇങ്ങനെ പെറ്റി അടിച്ചിറങ്ങി പോകാനുള്ള പെനാൽറ്റി ആയിട്ടുള്ള വകുപ്പുകൾ ചേർത്തുള്ള ഒരു എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. ഈ പറഞ്ഞ രാജേഷ് MS എന്ന പോലീസുകാരനായിട്ട് ഞങ്ങൾക്ക് അവിടെയും വാക്ക് തീർക്കം ഉണ്ടാവേണ്ട സാഹചര്യം വന്നു. ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എന്താണോ പറയുന്നത് അതല്ലേ സാർ രേഖപ്പെടുത്തേണ്ടത്. സാറിന്റെ സൗകര്യത്തിനുള്ളതാണോ എന്ന് പറയുമ്പോൾ സാധാരണ ഇമാതിരി എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ ഒരു ഒളിയും മറവില്ലാതെ ചെയ്യുക. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ രാഹുലിനോട് വിളിക്കുകയും നീ ഒരു പേടിയും പേടിക്കണ്ട, കണ്ടാൽ അറിയാവുന്ന ആളാണെന്നുള്ള രീതിയിൽ ഞാൻ FIR ഇട്ടോളാം, നീ ധൈര്യമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എൻ്റെ സ്ത്രീത്വത്തിനെ അപമാനിച്ചതും ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗമായ ഇദ്ദേഹം പോലീസിനെയും ഇവിടുത്തെ സിസ്റ്റത്തിനെയും നിയമവ്യവസ്ഥയും കൂടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തോടെ ദാർഢ്യത്തോടെ എൻ്റെ ആ ചെറിയ കട ഇടിച്ചു പൊളിച്ച് തകർത്ത് തനിപ്പടമാക്കിയത്. അങ്ങനെ ചെയ്ത വ്യക്തിക്കാണ് ആ പോലീസ് സ്റ്റേഷനിലുള്ളവർ ഒത്താശ ചെയ്ത് കൊടുത്തത്. ഇതാണ് ആ പോലീസുകാരൻ. ഇതിന്റെ പേരിൽ എന്ത് ഭവിഷ്യത്തും നേരിടേണ്ടി വന്നാലും ഞങ്ങൾ കുടുംബത്തോടെ നേരിടും. ഇതാണ് ആ പറഞ്ഞ രാഹുൽ നെല്ലിമൂട്. ഇദ്ദേഹത്തിനാണ് ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തെയോ ന്യായ വ്യവസ്ഥകളെയോ ഒന്നിനെ പേടിക്കാതെ എന്ത് ചെയ്യാം, ആരുടെ മേലെ കുതിരകയറെന്നുള്ള ധൈര്യത്തോടു കൂടി ഇത്രയും സങ്കടാവസ്ഥയിൽ എന്റെ കുട്ടികളെ പേടിച്ച് കിടന്നു നോക്കിയിട്ട് സാഹചര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് കൊണ്ടെത്തിച്ചത്. ഇതിന്റെ FIR കോപ്പിയും ബാക്കി ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിന്റെയും ഫുൾ എവിഡൻസിന്റെ കോപ്പികളും എന്റെ കൈവശമുണ്ട്. ഞങ്ങൾക്കിതിന് നീതി വേണം. ഞങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച എന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബമാണ്. ജോലി പോയി നാട്ടിൽ വന്നതിന്റെ മേലെ ആരുടെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടാനും സഹായം ചോദിക്കാനോ പോയിട്ടില്ല. ഞാനും എന്റെ ഭർത്താവും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്റെ 2 മക്കളെ വളർത്തി. കടവും ബാധ്യതയും വന്നപ്പോൾ ഞങ്ങൾ മക്കളെ കൊന്നിട്ട് മരിച്ചില്ല, ഇനി മരിക്കുകയില്ല. എനിക്ക് എന്റെ മക്കളെ വളർത്തലും ജീവിക്കാൻ വേണം. അതിനുള്ള മനസ്സാക്ഷിയുള്ള ഓരോ മലയാളികൾക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ദുഷ്ടന്മാരെ പിടിക്കാനുള്ള അങ്ങേയറ്റം ഞങ്ങൾ സഹായിക്കണം.